വീഡിയോ നമ്മൾ നോക്കുന്നത് വെച്ചാൽ LCD യൂണിറ്റിനെ കുറിച്ചാണ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ആസ് ഓഫ് നൗ LCD യൂണിറ്റ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റേ ഇല്ല. പിന്നെ നമ്മൾ ജനറലി കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു LCD യൂണിറ്റ് അയക്കാൻ നമുക്ക് ബോട്ടത്തിലായിരിക്കും എപ്പോഴും DVD അല്ല നമ്മുടെ സിഗ്നൽ കിട്ടുന്ന ബോക്സസ് എല്ലാം വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റിമോട്ട് കൺട്രോളിന്റെ ഓപ്പറേഷൻ കാര്യങ്ങൾ, അതായത് ടിവിയുടെ റിസീവർ എല്ലാം ഇരിക്കുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്ലാസിന്റെ ഷട്ടർ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ സിഗ്നൽസ് ഇൻഫ്രാറെഡ് റേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിലെ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ സിഗ്നൽ പിടിക്കില്ല. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. സാധാരണ ടിവിയിൽ ഇപ്പോൾ എല്ലാം മോഡേൺ ടിവിസിലെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യണം പല കാര്യങ്ങളും. ഇപ്പോൾ ഊഫേഴ്സ് വെക്കാറുണ്ട്, പല ഓഡിയോ സിസ്റ്റംസ് വെക്കാറുണ്ട്. അതിനെല്ലാത്തിനും റിമോട്ടിൽ നിന്ന് സിഗ്നൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസിന്റെ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ടോപ്പിൽ വെച്ചെന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു ഗ്ലാസിന്റെ ഇത് കൺസിഡർ ചെയ്യണം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് കണ്ടോ, ഇതിനൊരു വയറ് ഇവിടെ നമ്മൾ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നില്ല. ഓക്കെ, ഈ ടിവിയുടെ വയറെല്ലാം നമ്മൾ ഇൻബിൽട്ട് ആയിട്ട് ഉള്ളിൽ ഒരു പൈപ്പ് കൊടുത്തിട്ട് അതിന്റെ എക്സിറ്റ് ഇവിടെയും കൊടുക്കും. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഒരു വയറ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഫ്രണ്ടില് നമ്മൾ ഈ വയറ് കാണാതിരിക്കുന്നത്. അല്ലാത്ത വയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടോ, ഈ ഒരു യൂണിറ്റിൽ നമുക്കെപ്പോഴും കണ്ടോ വയറിങ്ങിന് തൂങ്ങിക്കിടക്കും. ഈ പ്ലഗ് പോയിന്റ് ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോള് പൈപ്പ് ഇടും 2 ഇഞ്ചിന്റെ. ഇവിടെയും അതിന്റെ എക്സിറ്റ് ഇവിടെ കൊടുക്കും. നമ്മൾ ഈ വയേഴ്സ് എല്ലാം അതിന്റെ ഉള്ളിൽ കൂടി കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ പ്ലഗ് പോയിന്റും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. അത് നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലയന്റ് ഓൾറെഡി ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അത് കൂടി ഒന്ന് നിങ്ങൾ കൺസിഡർ പറഞ്ഞ് നേരത്തെ തന്നെ കസ്റ്റമർ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഭിത്തി പൊട്ടിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പൊ വൃത്തികേട് ഉണ്ടാകത്തില്ല. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് TV എപ്പോഴും നമ്മൾ വാങ്ങാൻ നേരത്ത് എത്ര ഇഞ്ചിന്റെയാണ് വാങ്ങുന്നത് എന്നുള്ളത് കസ്റ്റമറോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ഇതിന് സ്പേസ് കൊടുക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇതിനിപ്പോ നമുക്ക് ഈ ഒരു ബോർഡിൽ നമുക്കിപ്പോ ഒരു പ്രശ്നമില്ല. ഈ ഒരു ബോർഡിൽ നമുക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. TV എത്ര വെച്ചാലും വലുതാണ്, നമുക്ക് സ്പേസ് ഉണ്ട്. സ്പേസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് വരും. നമ്മളിവിടെ 2 ലെഡ്ജ് കൊടുക്കും, അല്ലെങ്കിൽ ബോക്സസ് എന്തെങ്കിലും ഇവിടെ നിഷസ് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെയൊക്കെ വരാൻ നേരത്ത് ഈ ബോക്സ് തന്നെ ഇങ്ങോട്ട് കുറച്ച് നീക്കിയാൽ ഈ TV ഇവിടെ ഇരിക്കില്ല, നമുക്ക് കയറാനുള്ള പ്രശ്നം. അപ്പോൾ കസ്റ്റമറോട് ചോദിക്കുക ഏത് മെഷർമെന്റ് ഉള്ള TV ആണെന്നുള്ളത് നോക്കുക. എന്നിട്ട് അവരോട് പറയണം അതേ മേടിക്കാൻ പാടുള്ളൂ, അതിന്റെ അപ്പുറത്തോട്ട് മേടിച്ചാൽ കയറില്ലെങ്കിൽ, സ്പേസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്പേസ് ഇല്ലെങ്കിൽ അവിടെ കയറില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ചില ഫ്ലാറ്റിലേക്ക് സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതുപോലുള്ള കബോർഡ്സ് അപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ എപ്പോഴും TV വെക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ഒരു ലെഡ്ജ് തന്നെ, ഇപ്പൊ ഈ ഒരു എന്തെങ്കിലും ഒരു ലെഡ്ജ് തന്നെ ഇങ്ങോട്ട് മാറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് അപ്പൊ തന്നെ കാണിക്കും. പല പല TV യൂണിറ്റിന്റെ ഡിസൈൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു നിഷ് തന്നെ പുറത്തോട്ട് കുറച്ചും കൂടി നീങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഈ TV എപ്പോഴും നമുക്ക് സെന്ററിൽ വെക്കാൻ പറ്റില്ല, അങ്ങോട്ട് നീക്കി വെക്കേണ്ടി വരും. അപ്പൊ അവിടെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിലോ നമുക്കിത് കയറത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ TVയുടെ സൈസ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ്, ഹൈറ്റ് എപ്പോഴും നമ്മൾ സ്കേർട്ടിങ് 11 സെന്റിമീറ്റർ കൊടുക്കാറുണ്ട്. ഇതിന്റെ ഡ്രോ എപ്പോഴും ഹൈറ്റ് നമ്മൾ 20 സെന്റിമീറ്റർ കൊടുക്കാറുണ്ട്. വിഡ്ത്ത് എപ്പോഴും നമ്മൾ 60 മാക്സിമം 90 വരെ കൊടുക്കാറുള്ളൂ. പിന്നെ അതിന്റെ ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് 36 mm, അതായത് 4 സെന്റിന് നമ്മൾ പറയും, പക്ഷെ 36 mm ഉണ്ടാകത്തുള്ളൂ ഈ ഒരു ടോപ്പ്. ഓക്കെ, അത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. ടോട്ടൽ ഒരു 45, ഇൻക്ലൂഡിങ് സ്കേർട്ടിങ് ഒരു 45 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുക്കാറുണ്ട്. അത് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ സ്കേർട്ടിങ് ഒന്നും ഇല്ലാതെ പൊക്കി കൊടുക്കാറുണ്ട്. ഇതുപോലെ ഇപ്പോൾ താഴെ നമുക്ക് ലൈറ്റിങ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. ചിലപ്പോൾ 2 ലെഗിൽ നിർത്താറുണ്ട് നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ നേരത്ത് ഹൈറ്റിന് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് നിലത്താ വെക്കുന്നെങ്കിൽ 45 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. TVയുടെ കാര്യം മറക്കരുത്. പിന്നെ ഇതുപോലെ തന്നെ നിഷുകൾ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളില് എന്തെങ്കിലും വെക്കാനുള്ള പ്രൊവിഷൻ ഉള്ള ഗ്യാപ്പ് കൊടുക്കണം. ചെറിയ നിഷ് കൊടുത്തിട്ട് അവിടെ എന്ത് വെക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, ചിലപ്പോൾ ബുക്കുകളായിരിക്കാം, ഇതുപോലുള്ള ഷോ പീസുകളായിരിക്കാം, അങ്ങനെ പലതും വെക്കാറുണ്ട്. അപ്പോൾ അവിടെ ഉള്ളിൽ എന്ത് വെക്കും എന്നുള്ളത് കസ്റ്റമറിനോട് ഇത്രയും വെക്കാൻ സ്ഥലമുള്ളൂ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഈ ബുക്ക് വെക്കാൻ ചിലപ്പോൾ ബുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ ബുക്ക് വെക്കണമെങ്കിൽ എത്രയാണ് ഡെപ്ത് കൊടുക്കേണ്ടത്, മിനിമം എത്ര ഡെപ്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കണം. ഒരു ബുക്ക് വെക്കണം മിനിമം ഒരു 30 എങ്കിലും കൊടുത്തിരിക്കണം നമ്മൾ. ഓക്കെ, 30 സെന്റിമീറ്റർ ഡെപ്ത് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബുക്ക്, അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതും ചെറിയ ബുക്കുകൾക്കുള്ള ഹൈറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ വലിയ ബുക്കുകൾക്കുള്ള ഹൈറ്റ് വേണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഇതുപോലുള്ള ഷോ പീസസ് അത് ഇത്രയും ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ കയറണം. അപ്പോൾ തീരെ ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയറില്ല. എപ്പോഴും നമ്മളിത് ഡബിൾ തിക്നെസ് കൊടുക്കാറുണ്ട്. ഡബിൾ തിക്നെസ് കൊടുത്താൽ ഭംഗിയുണ്ട്,
കൂടാതെ സിംഗിൾ തിക്നെസ്, അതായത് ഇത് കണ്ടോ, ഇതിപ്പോ ഒരു സിംഗിൾ തിക്നെസ് 18 mm മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡബിൾ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് കണ്ടോ, ഈ ഒരു ഡബിൾ തിക്നെസ് ഇതാണ് കൊടുത്തിരിക്കുന്നത് ബോക്സ്. അപ്പോൾ ഈ ഇതൊരു ഡബിൾ തിക്നെസ് ആണ് കണ്ടോ. ഡിസ്പ്ലേ യൂണിറ്റ് ആണെങ്കിലും ഇതൊരു ഡബിൾ തിക്നെസ് ആണ്. ആ ഡബിൾ തിക്നെസിന് ഉള്ളിൽ എന്ത് വെക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പൊ ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇത് കണ്ടോ, ഈ യൂണിറ്റ് എടുത്തിട്ട് ഈ ഒരു ഷോ പീസ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം വരും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നീളത്തിലുള്ള സാധനം വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ പർപ്പസ് ചിലപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വെക്കാനായിട്ടായിരിക്കും പുള്ളി ഇത് ചെയ്യണമെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അത് വെക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് മുഴുവൻ മാറി പ്രശ്നം വരും. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം, ചോദിക്കണം. എല്ലാത്തിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കസ്റ്റമറോട് പർപ്പസ് കാര്യങ്ങൾ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, സാറിന് എന്താണ് അതിന്റെ യൂസ് എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മളത് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഇങ്ങനെയുള്ള ഡിസൈൻസ് വരക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ LCD യൂണിറ്റിന്റെയും ഇതുപോലുള്ള നിഷസിന്റെ ഒക്കെ കാര്യങ്ങൾ. ഓക്കെ, മെഷർമെന്റ് സ്റ്റാൻഡേർഡ് ഇത്രേ ഉള്ളൂ. ഹൈറ്റ് എപ്പോഴും നമ്മൾ 20 cm റോഡ് വിത്ത് കൊടുക്കാറുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസിന്റെ ഷട്ടേഴ്സ് തന്നെ കൊടുക്കുക. ഓക്കെ, എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ഗ്ലാസിന്റെ ഷട്ടേഴ്സ് കൊടുക്കുക. ഫുൾ ലെങ്ത് ഹാൻഡിൽസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നോബുകൾ കൊടുക്കുക. സാധാരണ ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡിനറി ലുക്ക് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ ഷട്ടേഴ്സ് ആകുമ്പോൾ നോബ് കൊടുക്കുക. ഓക്കെ.